അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഇസ്മ, ഇതിൻ്റെ അർത്ഥം തന്നെ മേൽനോട്ടം വഹിക്കുന്നവൻ, സംരക്ഷകൻ, സർവരക്ഷകൻ, സാക്ഷി എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇതിന് സാക്ഷി എന്ന അർത്ഥം വരാനൊരു സംഭവമുണ്ട്, ഒരു കാരണവുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ്. ഈ ഇസ്മ ഇതിൻ്റെ അക്ഷരസംഖ്യ അനുസരിച്ച് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, ഐശ്വര്യമുണ്ടാകും, ബറക്കത്തുണ്ടാകും, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ ഇത് കാരണമാകുകയും ചെയ്യും. മാത്രമല്ല, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഈ ഇസ്മ പതിവാക്കുന്നത് വലിയ റാഹത്തും സന്തോഷവും ഐശ്വര്യദായകമായ സന്തുഷ്ട കുടുംബജീവിതം നയിക്കാനൊക്കെ കാരണമാകുന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ട് എന്നല്ല, ഉള്ളത് ചൊവ്വാഴ്ചകളിൽ എന്നാണ്. ചൊവ്വാഴ്ച വരാൻ വേണ്ടി ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടത്. പലരും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. ഇത്തരം കാര്യങ്ങൾ, ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ശനി ഞായർ ദിവസങ്ങൾ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അള്ളാഹു നമുക്ക് വലിയ ബറക്കത്തും റാഹത്തും ഇസ്സത്തൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ്. നമുക്കൊക്കെ അറിയാം, അൽ മുഹൈമിൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ ഒരു നാമമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? മേൽനോട്ടം വഹിക്കുന്നവൻ, സംരക്ഷകൻ, സർവരക്ഷകൻ എന്നൊക്കെയാണ്, സാക്ഷി എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. എന്താണ് ഇതിൻ്റെ? നമ്മൾ ഈ ഓരോ ഇസ്മുകളും അത് ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ, അതുകൊണ്ടുള്ള അമലുകൾ ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അതിൻ്റെ ചെറിയൊരു അർത്ഥവും അതിൻ്റെ ഒരു ആശയതലവും മനസ്സിലാക്കുമ്പോഴാണ് അത് ആത്മാർത്ഥമായി ചെയ്യാൻ സാധിക്കുക. ആത്മാർത്ഥമായി ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഫലവും ലഭിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇസ്മുകളെ കുറിച്ച് പറയുന്നുണ്ട്. അസ്മാഉൽ ഹുസ്നയിലെ ചില പ്രധാനപ്പെട്ട ഇസ്മുകളുടെ അർത്ഥങ്ങളും ചെറിയ ആശയങ്ങളും അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അമലുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു PDF തയ്യാറാക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ അതൊരു ബുക്കായിട്ട് ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ പെട്ടെന്ന് അത് നോക്കിയെടുക്കാൻ പറ്റും. ആവശ്യക്കാർ കുറേ ആളുകളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് അതിലിങ്ങോട്ട് നോക്കിയാൽ ഈ ഇസ്മതിനെ ചൊല്ലിയാൽ മതി, ഇത്ര തവണ ചൊല്ലിയാൽ മതി എന്നുള്ള ഒരു പെട്ടെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ സമ്പൂർണമായ കഴിവ് അത് പടച്ച റബ്ബിന് മാത്രമേ ഉള്ളൂ എല്ലാ വിഷയത്തിലും. അപ്പോൾ മുഹൈമിൻ എന്ന ദിവ്യനാമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മേൽനോട്ടവും സംരക്ഷണവും എന്നൊക്കെ പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന പരിപാലനത്തിൻ്റെ ഭാഗമായി വന്നവരാണ്. ഒരു പക്ഷി, ആ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ എത്രമേൽ സുരക്ഷിതമായിട്ടാണ് ചിറകിനടിയിൽ വെച്ച് സംരക്ഷിക്കുന്നതും നോക്കുന്നതും സുരക്ഷിതത്വം നൽകുന്നതും സംരക്ഷിക്കുന്നതൊക്കെ അതുപോലെയാണ് പടച്ച റബ്ബ് ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും, എല്ലാ വസ്തുക്കളെയും, എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നമ്മളൊരു കോഴി, ഒരു തള്ളക്കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനുള്ളിൽ വെച്ചിട്ട് എങ്ങനെ സംരക്ഷിക്കുന്നോ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം മേൽനോട്ടം വഹിക്കുന്നുണ്ട്, എല്ലാം സംരക്ഷിക്കുന്നുണ്ട്, എല്ലാ രക്ഷകളും റബ്ബ് നൽകുന്നുണ്ട്. മാത്രമല്ല ഇതിന് സാക്ഷി എന്നൊരർത്ഥവും കൂടെ ഇതിനുണ്ട്. എങ്ങനെയാണ് ഇതിന് സാക്ഷി എന്നൊരർത്ഥം വന്നതെന്നറിയോ? ഈ അർത്ഥവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ആശയം എന്താണ്, അർത്ഥം എന്താണെന്ന് മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, യാ അമീർ അൽ മുഅ്മിനീൻ, അൽ മുഹൈമിൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു താൽക്കാലികമായിട്ട് അതിന് അപ്പോൾ അവിടെ നിന്ന് മറുപടി കൊടുക്കുകയുണ്ടായില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗ്രാമവാസിയായ ഒരു സ്ത്രീ, നല്ല അറബി സാഹിത്യം അറിയുന്ന, സ്ഫുടമായി അറബി സംസാരിക്കുന്ന, അറബിയിൽ നന്നായി കഴിവുള്ള, നല്ല ഫ്ലുവൻ്റ്ലി അറബി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നല്ല സാഹിത്യകാരിയായ ഒരാൾ വന്ന് അവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് ഒരു പ്രയാസവും ബുദ്ധിമുട്ടും പരാതിയൊക്കെ ബോധിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, എൻ്റെ ഭർത്താവ് എന്നെ വല്ലാണ്ട് മർദ്ദിച്ചു പോകുകയാണ്, എന്നെ ആക്രമിക്കുകയാണ്, എൻ്റെ അവകാശങ്ങളൊന്നും എനിക്ക് നിറവേറ്റി തരുന്നില്ല, അയാൾക്കെതിരെ എനിക്കിതിന് മുഹൈമിൻ ഉണ്ട് എന്ന്
ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങളോട് പറയാണ്, അയാൾക്കെതിരെ എൻ്റെ അടുക്കൽ എനിക്ക് മുഹൈമിനുണ്ട്, അങ്ങേക്ക് ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റുമോ എന്ന് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കണം. അറേബ്യൻ സാഹിത്യ സാമ്രാട്ടിലെ കുലപതിയായ ആ സ്ത്രീയുടെ ഭാഷ കേട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന് മുഹൈമിനിൻ്റെ വ്യാഖ്യാനം ആ ഒരു സാഹചര്യത്തിൽ നിന്ന് സന്ദർഭോചിതം അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും അത് കൃത്യമായി അത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സാക്ഷി എന്നൊരു അർത്ഥവും കൂടെ ഇതിനുണ്ട് എന്ന് മഹാനരായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും മഹാന്മാരൊക്കെ അങ്ങനെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അക്ഷരസംഖ്യയോളം നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അക്ഷരസംഖ്യ എന്ന് പറയുന്നത് അത് നമ്മൾക്ക് മീം എന്ന് പറഞ്ഞാൽ 40 ഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അബ് ജ ദ് ഹ. ഞാനത് കണ്ടുപിടിക്കാനുള്ളൊരു ട്രിക്ക് പറഞ്ഞു തന്നിരുന്നു. ആ എന്ന് പറഞ്ഞാൽ അത് 5, യാ 10, മീം 40, നൂൻ 50. അങ്ങനെ ടോട്ടൽ 145 ഇതിൻ്റെ ആദത്. അപ്പോൾ എല്ലാ കാര്യങ്ങളുടെയും മടക്കം റബ്ബിലേക്കാണല്ലോ. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈ നാം ഇങ്ങനെ പതിവാക്കാം. ഇതെല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും സന്മാർഗത്തിലേക്ക് എത്താനും ഈ ഇസ്മ ഒരു കാരണമാകുമെന്നുള്ളതാണ്. നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഈ പാത തെറ്റിപ്പോകുന്നുണ്ടോ, ട്രാക്ക് മാറിപ്പോകുന്നുണ്ടോ, എൻ്റെ സഞ്ചാരപാത ശരിയല്ലേ എന്നൊരു കുറ്റബോധം പലർക്കും ഉണ്ടാകാം. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ ഈ ഇസ്മ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഇസ്മ. അപ്പോൾ നമുക്ക് സൽപന്താവിലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഇസ്മ പതിവാക്കാവുന്നതാണ്. മാത്രമല്ല അങ്ങനെ സന്മാർഗത്തിലൂടെ ചലിച്ച് സുഖലോക സ്വർഗം കരസ്ഥമാകാനും ഈ ഇസ്മ കൂടുതൽ ഉപയോഗപ്പെടുന്നതാണ്. ഒരാൾ വുളൂ ചെയ്തതിൻ്റെ ശേഷം 100 തവണ ഈ ഇസ്മിനെ ഉരുവിട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാകും, അത് നൈർമല്യതയുള്ളതാകും, വളരെ ലോലമായ ഹൃദയമാകും. നമ്മോട് പലപ്പോഴും പലരും അടുക്കാത്തത് എന്താണെന്നറിയോ? പല ആളുകളോടും ചിലപ്പോൾ അടുക്കില്ല, ചിലപ്പോൾ അടുക്കാൻ നമുക്ക് കഴിയില്ല. ചില ആളുകളോടൊക്കെ നമുക്ക് സംസാരിക്കാൻ പോലും താല്പര്യം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഒരാളോട് സംസാരിക്കാൻ താല്പര്യം വരാത്തത്? എന്തുകൊണ്ടാണ് നമ്മെ ഒരാൾ ഇങ്ങോട്ട് അടുപ്പിക്കാത്തത്? എന്താ? നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ്, അല്ലേ? നമ്മുടെ വാക്കുകൾ അയാളെ വേദനപ്പെടുത്തിയത് കൊണ്ടാണ്. നീ എന്തോ ഒരു വിഷയം എന്നോ ഒരു സമയത്ത് അവനോട് പറഞ്ഞപ്പോൾ, അത് നിന്നോട് പറഞ്ഞപ്പോൾ നീ അവനെ വല്ലാണ്ട് നെഗറ്റീവായി സംസാരിച്ചു, നീ അവനെ വഷളാക്കി, അതുകൊണ്ട് നിന്നോട് സംസാരിക്കാൻ അവനക്ക് താല്പര്യമില്ല. നിൻ്റെ കുഴപ്പമാണ്, നീ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹൃദയം നൈർമല്യതയുള്ളതായാൽ അത് കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും നിറം നോക്കാതെ സമ്പത്ത് നോക്കാതെ നമ്മെല്ലാവരും ഇഷ്ടപ്പെടും. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇസ്മാണ് ഈ അൽ മുഹൈമിൻ എന്ന് പറയുന്ന ഇസ്മ. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റഡ് ആയിട്ട് പറയുന്ന ഇസ്മിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വന്ന് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയമുണ്ട്, ഓനിപ്പോൾ അത് നിർത്തുമോ, അല്ലെങ്കിൽ ഓനിപ്പോൾ അത് പൂർത്തിയാക്കുമോ, ഓനിപ്പോൾ ഓനക്കതിൽ പ്രയാസം ഉണ്ടാവുമോ, ഓനതിൽ പാസ്സാവുമോ, ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ മോൾക്കുള്ള വിവാഹം അത് ശരിയാകുമോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എല്ലാ വിഷയത്തിലും നമുക്ക് എന്നുള്ളൊരു വിഷയമാണിത്, അതെന്താവുക എന്നറിയാത്തത്. അത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ നിസ്കാരങ്ങൾക്ക് ശേഷം ഈ ഇസ്മ ഇങ്ങനെ ഇതിൻ്റെ ആദതനുസരിച്ച് ഇങ്ങനെ പതിവാക്കി നോക്ക്. നമ്മുടെ ഹൃദയത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം ഇങ്ങനെ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും. അത് അള്ളാഹു അറിയിച്ചിരും. അത് ഈ ഇസ്മിൻ്റെ ഒരു പ്രത്യേകത. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. മാത്രമല്ല സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ തോന്നിച്ചരും. കാരണം അള്ളാഹുവാണ് ആ വ്യക്തിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. സൃഷ്ടികളുടെ സർവ്വഭാഗങ്ങളിലും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷ്മമായ വീക്ഷണം നടത്തുന്നത് അള്ളാഹുവാണ്. മേൽനോട്ടം വഹിക്കാൻ സർവശക്തനായ റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അള്ളാഹു അതിലൊക്കെ മേൽനോട്ടം വഹിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കും. 290 പ്രാവശ്യം ഈ ഇസ്മ ഉരുവിട്ടാൽ ആരാണോ ഉരുവിടുന്നത് അവൻ്റെ ദുഃഖങ്ങൾ നീങ്ങി സന്തോഷവും സംതൃപ്തിയും അവൻ്റെ ജീവിതത്തിൽ കളിയാടുന്ന രൂപത്തിലേക്ക് അവൻ എത്തും എന്നുള്ളതാണ്. ഈ ഒരു ഇസ്മ ഇത് ഒരു നിശ്ചിതമായ എണ്ണം ഇശാ നിസ്കാരത്തിന് ശേഷം ഇതിൻ്റെ അതനുസരിച്ചോ 101 എന്നുള്ള എണ്ണമോ ഒക്കെ ചൊല്ലിയാൽ, ഇത് പതിവാക്കുകയാണെങ്കിൽ വളരെയധികം കാലം കഴിയുമ്പോൾ, കുറേ ദിവസം ഇങ്ങനെ പതിവാക്കണം ഒരാളെന്ന് സങ്കല്പിക്കാം. ഇസ്മ ഇങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ പതിവാക്കണം ഇശാ നിസ്കാരത്തിന് ശേഷം. അങ്ങനെ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു അത്ഭുതം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളതാണ്.
പതിവാക്കി ചൊല്ലണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ചില മലക്കുകളുണ്ട്, ഖാദിമീങ്ങളുണ്ട്. അവരുടെയൊക്കെ ഹെൽപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ അസ്മാഉൽ ഹുസ്നയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് ആദ്യം അസ്മാഉൽ ഹുസ്നെ കാണാതെ പഠിക്കാം. കാണാതെ പഠിച്ചവർക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളുടെയും ചെറിയ രൂപത്തിലുള്ള അർത്ഥം പഠിക്കുക. ചെറിയ രൂപത്തിലുള്ള അർത്ഥം കിട്ടുന്നവർ അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള ആശയങ്ങൾ പഠിക്കാം. ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും പതിവാക്കുക. 2 തവണ പതിവാക്കുന്നവരുണ്ട്, രാവിലെയും വൈകുന്നേരവും. അത് ഒരു 3 തവണയാക്കിയിട്ട് 3 തവണ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെടുത്തി ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. 5 വഖ്ത് ഫർള് നിസ്കാരങ്ങൾ ഖളാ ആക്കരുത്. ഒരാളുടെയും ഗീബത്ത് പറയരുത്. ഒരാൾക്കും ഇഷ്ടമില്ലാത്ത നമ്മുടെ നാക്ക് കൊണ്ട് പറഞ്ഞേക്കരുത്. ഹറാമില്ലെന്ന് പരമാവധി അകന്നു നിന്ന് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ മക്കളിലും പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് ശിഷ്ടകാലം റബ്ബിഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.